വൈവാഹിക ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് സന്താനങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അതേസമയത്ത് ഇന്ന് വിവാഹിതരാകുന്ന ഭാര്യ ഭർത്താക്കന്മാർ കല്യാണം കഴിഞ്ഞാൽ ആദ്യം എടുക്കുന്ന തീരുമാനം നമുക്കൊരു 3 കൊല്ലത്തിന് കുട്ടികൾ വേണ്ടട്ടോ എന്ന തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളില്ലാത്തവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. കുട്ടികളില്ലാത്തതിൻ്റെ എണ്ണം കൂടുന്നതിന് പല കാരണമുണ്ട്. ഒരു കാരണം കുട്ടികൾ വേണ്ട എന്ന് പണ്ട് തീരുമാനമെടുത്തു എന്നതാണ്. കുട്ടികൾ വേണ്ട എന്ന് തീരുമാനമെടുത്താൽ കുട്ടികൾ ഉണ്ടാകുന്നതിന് അനുകൂലമായ ഹോർമോണുകൾ നിർവീര്യമാവും. ഹോർമോണുകൾ ചിന്തക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം നിങ്ങളോട്. നല്ല ഒരു നമ്മളെ ഇതുണ്ടല്ലോ, മരപ്പുളി എന്ന് പറഞ്ഞാൽ വാളംപുളി, പച്ച വാളംപുളി കണ്ടിട്ടില്ല എല്ലാവരും? ഇങ്ങനെ വളഞ്ഞ പുളിമരത്തുമുണ്ടാകണേ നല്ല ഒരു പച്ച വാളംപുളി എല്ലാവരും എടുക്കുക. അങ്ങനെ എടുത്തിട്ട് ഒരു 1/4 സ്പൂൺ ഉപ്പും ലേശം മുളകും പൊടി ഇട്ടിട്ട് അതിലൊന്നിങ്ങനെ ഒരതിയിട്ട് ഒന്നിങ്ങനെ കടിച്ചു നോക്കാണ്. തൊള്ളയിൽ കൂടി ഒരു സാധനം വന്നില്ലേ, അതിൻ്റെ പേരാണ് ഹോർമോൺ. ചിന്തകൾക്കനുസരിച്ച് ഹോർമോൺ ഉണ്ടാവും. തലമുറയെ പഠിപ്പിച്ചേ പറ്റും. പ്രത്യേകിച്ച് പെൺകുട്ടികളെ പഠിപ്പിക്കണം. ആൺകുട്ടികളെയും പഠിപ്പിക്കേണ്ട തന്നെയാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളെ നന്നായിട്ട് പഠിപ്പിച്ചിരിക്കണം. കാരണം പെൺകുട്ടികളാണ് കുടുംബത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ശൈത്താന് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി കുടുംബം കുളം തോണ്ടുക എന്ന് പറഞ്ഞതാണ്. ശൈത്താന് പല പരിപാടി ഉണ്ട് എന്നാണ്. തൽബീസ് ബിലീസിൽ ഇബ്നുൽ ജൗസി പറയുന്നുണ്ട്, പിശാചിന്റെ സിംഹാസനം ബഹറിലാണ്, കടലിലാണ്. അതൊരു ഹദീസുമാണ്. പിശാചിന്റെ സിംഹാസനം കരയിലല്ല, പിശാചിന്റെ സിംഹാസനം ബഹറിലാണുള്ളത്, കടലിലാണുള്ളത്. കടലിൽ ഇരുന്നു കൊണ്ട് ലോകത്താകമാനം തൻ്റെ സിങ്കിടികളെ പറഞ്ഞയച്ച് നിയന്ത്രണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിശാച് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ ദിവസവും രാത്രിയിൽ പിശാച് അവൻ്റെ അനുയായികളുടെ പ്രധാനപ്പെട്ട അനുയായി ശൈത്താൻ്റെത് മക്കൾ തന്നെയാണ്. പ്രധാനപ്പെട്ട അനുയായി എന്നുള്ളത് മക്കൾ തന്നെക്കാരം. മക്കളുടെ യോഗം വിളിക്കുന്നതാണ് എന്നും രാത്രിയിൽ. അങ്ങനെ മൂത്ത മകനോട്, അത് കുറച്ച് രസകരമായി പറയട്ടോ, മൂത്ത മകനോട് ചോദിക്കും, മോനെ ചെറുക്ക ഇജിന്ന് രാവിലെ എവിടേക്ക് പോയിന്നെന്ന് ചോദിക്കും. അപ്പൊ മൂത്ത മകൻ പറയും, ഞാനിപ്പം ആ വെട്ടിച്ചെറന്ന് ഒരു ചെങ്ങായി ഉംറക്ക് പോയിരുന്നു. അപ്പൊ ഞാൻ രാവിലെ ചെന്ന് ഓൻ്റെ ഒപ്പം കൂടി. അങ്ങനെ ഓൻ്റെ യാത്രയപ്പ് പറയലിലും ഓനെ കാണാൻ വരുന്ന ആൾക്കാരെ നേരാക്കണേലൊക്കെ അങ്ങനെ ഇടപെട്ട് അങ്ങനെ ഏതായാലും ഞാൻ ഓൻ്റെ ഒപ്പം എയർപോർട്ട് വരെയാണ് പോയി. എയർപോർട്ടിലെത്തി ഫ്ലൈറ്റ് കയറിയപ്പോത്തിന് ഏതായാലും ഓൻ്റെ ഉംറ ഫസാദാക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനിയോ ഉംറ കഴിഞ്ഞിങ്ങോട്ട് എത്തേണ്ട ആവശ്യമുള്ളൂ. സംഗതി നാട്ടുകാർക്ക് ഓൻ അപ്പം തന്നെ ഒരിച്ചു കൊടുക്കണ കോലത്തിൽ സംഗതിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വാപ്പ പറയും മകനോട്, ചെറുക്ക അതുകൊണ്ടൊന്നും കാര്യമില്ല, ഉംറക്കൊക്കെ പോയിക്കോട്ടെ, പോയി വന്നോട്ടെ എന്ന് പറയുന്നതാണ്. കാരണം ഉംറ സുയിപ്പാക്കലൊന്നും ശൈത്താൻ അത്ര വലിയൊരു കാര്യമല്ല. അത് ശൈത്താൻ സുയിപ്പാക്കാതെ തന്നെ ആയിക്കോളും എന്നുള്ളതാണ് കാരണം. ശൈത്താൻ ഏറ്റവും കൂടുതൽ കട്ടുകൊണ്ടോണ ഈ ഭാഗത്ത് ഹജ്ജാണെന്ന് പറയലുണ്ട്. കാരണം ഹജ്ജിന്റെ നിയ്യത്ത് ശരിയാക്കാൻ ഏകദേശം 3 മാസം ഉണ്ടാവും. എന്താ കാരണം? നിയ്യത്ത് ഏറ്റവും കൂടുതൽ ഫസാദാകുന്നത് ഹജ്ജിലായതുകൊണ്ടാണ് 3 മാസം തന്നത്. നോമ്പിന് 12 മണിക്കൂർ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ നോമ്പാണ്. നിസ്കാരത്തിന് അത്ര തന്നെ ഇല്ല, നിന്നതിൻ്റെ ശേഷം ശരിയാക്കിയാൽ മതി. എന്താ കാരണം? നിയ്യത്ത് കേടുവരുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗത്താണ് ഹജ്ജ് എന്നുള്ളതാണ്. അപേക്ഷ കൊടുത്തത് കല്യാണ നിശ്ചയത്തിൽ നിന്ന് കണ്ടപ്പോൾ ആൾക്കാർ ആചാര്യെന്ന് വിളിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ വന്ന് പോയില്ലെങ്കിൽ എന്താപ്പം ഉണ്ടാകുക എന്ന് വിചാരിച്ച അപേക്ഷ കൊടുത്തതാണെങ്കിലും നറുക്കെടുപ്പിലൊക്കെ കിട്ടി പോകാനാവുമ്പോഴത്തിന് ഏതായാലും പഠിച്ചോനെ ഞാൻ പോവുകയാണ് റബ്ബേ, അനക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പോണതെന്ന് തീരുമാനം ഉണ്ടായാൽ മതി. അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി 3 മാസം. ഷാബാനെ ഇങ്ങനെ അവസാനത്തേക്ക് എത്തുമ്പോൾ നാളെ മാസം കാണരുതേ എന്നാണ് വിചാരിച്ചിരുന്നത്. അസറസ്കാരൊക്കെ കഴിഞ്ഞേക്കിന് ചില ആൾക്കാർ ചോദിക്കും, ഉസ്താദെ മാസം കണ്ടോ? ഇയാൾ വിചാരം അസറിൻ്റെ ശേഷം മാസം കാണുമെന്ന് ചിലർ ചോദിക്കലുണ്ട്. അങ്ങനെ എന്താ വെച്ചാൽ ഇങ്ങനെ ചിലർക്ക് നോൽമ്പോൽക്കാനുള്ള താല്പര്യം കൊണ്ട് അങ്ങനെ ഉണ്ടാവും കേട്ടോ. നമ്മളെല്ലാവരും തെറ്റിദ്ധരിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ ഉണ്ടായിരിക്കാം. എന്തായാലും മാസം കാണരുതേ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ മാരിംസ്കാരം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞേക്കുന്നുണ്ട് പള്ളിക്കുന്ന അല്ലാഹുമ്മ റഹ്മനി പറ്റിച്ചല്ല റബ്ബേ എന്ന് തോന്നിയാലും 12 മണിക്കൂർ സുബഹി വരെയുള്ള സമയമുണ്ട്. അതിൻ്റെ ഇടയിൽ നേരാക്കിയാൽ മതി. ഇപ്പം ഏതായാലും നോൽക്കുകയാണ് പഠിച്ചോനെ, അനക്ക് വേണ്ടിയിട്ട് തന്നെയാണ് എന്ന് തീരുമാനിച്ചാൽ മതി.
ഇതേപോലെ വേഗത്തിൽ കേടറിന ഈ ഭാഗത്താണ് ഹജ്ജ്. 20 കൊല്ലം മുമ്പ് ഹജ്ജിന് പോയി വന്ന ആളെടുത്ത് നിങ്ങളൊന്ന് ചെന്നിട്ട് 2 വർത്താനം പറഞ്ഞാൽ 3-ാമത്തെ വർത്താനം അബൂജഹലിന്റെ കക്കൂസിനെ പറ്റിയിട്ടേക്കാരം പറഞ്ഞാണ്ട് തുമ്പില്ലാതാക്കി തന്നെ ഇങ്ങനെ. അപ്പൊ അതുകൊണ്ട് വലിയ ശൈത്താൻ ഇബ്ലീസ് പറയും അയിമൊന്നും അല്ലാതെ മെനക്കെടണ്ട, വേറെ എന്തേലും നാളെ കുറച്ചുകൂടി നല്ല എന്തേലും ചെയ്യുകൊണ്ട് പറയും. 2-ാമത്തെ മകനോട് ചോദിക്കും, ചെറുക്ക ഇജിന്ന് എവിടേക്കേ പോയിന്ന് ചോദിക്കും. അപ്പൊ 2-ാമത്തെ മകൻ പറയും, ഞാൻ ആ കൊളത്തൂരുള്ള സാലിം പൈസി എന്ന് പറഞ്ഞ ഒരാള് ഇന്ന വെട്ടിച്ചിറ പള്ളിയിൽ ഞമ്മളെ പറ്റിയിട്ടായിരുന്നു മൂപ്പരെ വയറ്. മൂപ്പരെ ഞാൻ രാവിലെ തന്നെ ഒപ്പം കൂടിയിട്ട് സ്വീപ്പാക്കി എന്ന് പറയുമ്പോൾ ശൈത്താൻ പറയത്തരേ അതുകൊണ്ടൊന്നും കാര്യമില്ല, ഓനവിടെ പറഞ്ഞോട്ടെ നമ്മളെ പറ്റിയിട്ട്. കാരണം ശൈത്താന്റെ ലഅനത്തുല്ലാഹി അലൈഹിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ കുറ്റം പറഞ്ഞത് ഇഷ്ടമാണ് എന്നുള്ളതാണ്. ലോകത്ത് ആർക്കും കുറ്റം പറഞ്ഞത് ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷെ ലഅനത്തുല്ലാഹി അലൈഹി ഇബ്ലീസിന് മാത്രം കുറ്റം പറഞ്ഞത് ഇഷ്ടമാണ്. കുറ്റം ഇങ്ങനെ പറയുമ്പോൾ പറയടാ എന്നെ പറ്റിയിട്ടല്ല, അങ്ങനെ പറയും, കുറച്ചുകൂടി മാറ്റർ വേണമെങ്കിൽ ഞാൻ തരാം കൂടിയും കൂട്ടി പറഞ്ഞു എന്ന് പറയുന്നുള്ളതാണ്. 3-ാമത്തോനോട് ചോദിക്കും, ചെറുക്ക ഇജ്ജിന്ന് എവിടേക്കാ പോയിന്ന്. അപ്പൊ 3-ാമത്തോൻ പറയും, പാപ്പ ഞാൻ നല്ല നിലക്ക് ജീവിക്കണ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. രാവിലെ ഓല എടുത്താണ്ട് ചെന്നിട്ട് ഓലോട് ഇങ്ങനെ കുസുകുസു പറഞ്ഞ് വൈകുന്നേരം ആയപ്പോ ഒരു 3 പിരിച്ചിങ്ങാണ്ട് പെരേക്കാണ് കൊണ്ടാക്കിന്ന് പറയുമ്പോ കസാലേന്ന് ഇവിടെ നീച്ചിട്ട് കയ്യൊടുത്തിട്ട് വാപ്പ പറയുന്നതാണ്, ബാപ്പാന്റെ മക്കളാവുമ്പോ അങ്ങനെ വേണമെന്ന്. ശൈത്താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി കുടുംബം കുളം തോണ്ടലാണ്. കുടുംബം കുളം തോണ്ടാൻ വേണ്ടി ശൈത്താൻ സജീവമായി പ്രവർത്തിക്കുന്നത് വാപ്പ മുതലല്ല, വല്ലിപ്പ മുതലാണ്. കുടുംബം പ്രശ്നമാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് വാപ്പ മുതലല്ല, വല്ലിപ്പ മുതലാണ്. എന്തേ മഹത്തുക്കളുടെ ഒക്കെ പേര് വല്ലിപ്പാരിലേക്ക് ചേർത്തത്? ഷാഫി ഇമാമിന്റെ പേര് ഷാഫി എന്നല്ലല്ലോ, ഷാഫി ഇമാമിന്റെ പേര് മുഹമ്മദ് എന്നാണ്. ഷാഫി ഇമാമിന്റെ വാപ്പാന്റെ പേര് ഇദ്രീസ് എന്നാണ്. ഷാഫി പിന്നാര വല്ലിപ്പേണ്, മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി എന്നാണ്. മഹത്തുക്കളൊക്കെ വല്ലിപ്പാരിലേക്ക് ചേർത്തിട്ടുണ്ട്. ബുഖാരി ഇമാമിന്റെ പേര് ബുഖാരി എന്നല്ലല്ലോ, മുഹമ്മദ് എന്നാണ്. വാപ്പാന്റെ പേര് ഇസ്മായിൽ എന്നാണ്, മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി എന്നാണ്. എന്റെ ഓലൊക്കെ വല്ലിപ്പാരിലേക്ക് ചേർത്തത്? വല്ലിപ്പ മുതൽ പരിശ്രമം തുടങ്ങും ഒരു കുടുംബം കുളം തോങ്ങാൻ വേണ്ടി പിശാച് ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് കുട്ടികൾ നന്നാവാൻ വല്ലിപ്പ മുതൽ പരിശ്രമിക്കേണ്ടതുണ്ട്, വാപ്പ മുതൽ പരിശ്രമിക്കേണ്ടതുണ്ട്. ആ പരിശ്രമമാണ് യഥാർത്ഥത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. അതുകൊണ്ട് മക്കൾ നന്നായി തീരുക എന്നുള്ളത് കുടുംബജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യം സാക്ഷാത്കൃതമാവണമെങ്കിൽ നമ്മൾ ചില അടിസ്ഥാന വിവരങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അത് നമുക്ക് പുതിയ തലമുറയെ പഠിപ്പിക്കണം. അങ്ങനെ ആ പുതിയ തലമുറ ആ കാര്യങ്ങളൊക്കെ പഠിച്ച് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് നാളത്തെ തലമുറ പരിശുദ്ധമായ ദീനിൽ ഏറ്റവും മെച്ചപ്പെട്ട വിഭാഗമായി മാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം.